Welcome to M48 class, and this is a mathematical methods class for semester 1 MSc Physics, mathematical physics, the mathematical methods for semester 1, and we start a new module today, the last module 5, and here the title is group theory, and in the first class we study what is group definition we see first. So we start now group theory in mathematical physics, in mathematical methods. This is class number M48 for MSc class. അപ്പോൾ MSc ഫിസിക്സിനകത്തുള്ള ഗ്രൂപ്പ് തിയറി എന്നൊരു ചാപ്റ്ററുണ്ട്. ആ ഗ്രൂപ്പ് തിയറി മാത്തമാറ്റിക്സിലുള്ളതാണ്. ഗ്രൂപ്പ് BSc മാത്തമാറ്റിക്സിലൊക്കെ പഠിക്കുന്നതാണ് MSc മാത്തമാറ്റിക്സ്. അപ്പോൾ ഗ്രൂപ്പ് തിയറി ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് ക്ലാസ് നമ്പർ M48 ആണ്. ഫസ്റ്റ് ക്ലാസ് വളരെ ചെറുതാണ്. അതിനകത്ത് ഈ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറയുകയാണ്. ഗ്രൂപ്പ് theory, definition of group. What's a group? A group is a set combined with an operation that satisfies certain properties. It is one of the fundamental structures in abstract algebra. അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിൽ ഒരു പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഈസ് എ set combined with an operation that satisfies certain properties. ചില പ്രത്യേക സ്വഭാവമുള്ള ഒരു ഓപ്പറേഷനാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ ഓപ്പറേഷൻ ഒരു ചിഹ്നം നമ്മൾ കൊടുക്കാറുണ്ട്. മിക്കവാറും സ്റ്റാർ ചിഹ്നമാണ് കൊടുക്കുന്നത്. ഹിയർ ഈസ് എ ഫോർമൽ ഡെഫിനിഷൻ. എ ഗ്രൂപ്പ് ഈസ് എ സെറ്റ് G. ഇപ്പോൾ ഗ്രൂപ്പിനെ നമ്മൾ ക്യാപിറ്റൽ G എന്നുള്ള സിമ്പൽ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. A group is a set G together with a binary operation. ബൈനറി ഓപ്പറേറ്റർ അറിയാമല്ലോ, പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ, അതുപോലുള്ള ഓപ്പറേഷൻ കൊണ്ടാണ് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുക. എ ഗ്രൂപ്പ് ഈസ് എ സെറ്റ് G ടുഗദർ വിത്ത് എ ബൈനറി ഓപ്പറേഷൻ. രണ്ട് സംഖ്യകൾ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ മേ ബി പ്ലസ് സൈൻ ഓർ ഇൻറ്റു സൈൻ ഓർ ഈവൻ മൈനസ് സൈൻ. A group is a set G together with a binary operation star. That is an operation that combines any two elements of G to form another element of G such that the following four properties are satisfied. ആ ഗ്രൂപ്പിലെ രണ്ട് മെമ്പേഴ്സ് തമ്മിൽ ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷൻ്റെ ചിഹ്നം സ്റ്റാറായിട്ടൂടെ കാണിക്കുന്നത്. അത് പ്ലസോ മൈനസോ ഒക്കെ ആകാം, ഇൻറ്റു ഒക്കെ ആകാം. അങ്ങനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ ഈ രണ്ട് ബൈനറി ഓപ്പറേഷനാണ്, രണ്ട് സംഖ്യകളാണ് വരുന്നത്. ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആ ഗ്രൂപ്പിൽ തന്നെ മറ്റൊരു അംഗമായിരിക്കും. ഇപ്പോൾ രണ്ട് സംഖ്യകൾ ഗുണിച്ചപ്പോൾ നമ്പർ സിസ്റ്റം ഗ്രൂപ്പാണെങ്കിൽ രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് ആ ഗ്രൂപ്പിൽ നമ്പർ സിസ്റ്റത്തിലെ മറ്റൊരു നമ്പറായിരിക്കും. അപ്പോൾ ഇത് ഗ്രൂപ്പ് എന്താണെന്ന് അറിയാനായിട്ട് ഈ പറയുന്ന പ്രോപ്പർട്ടിയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഗ്രൂപ്പിനെ സംബന്ധിച്ച് അത്യാവശ്യം വേണ്ട പ്രോപ്പർട്ടികളാണ് ഇവിടെ പറയുന്നത്. ലെറ്റ് G ബി എ സെറ്റ് ആൻഡ് സ്റ്റാർ let G be a set and star such that G into G belongs to G. G into G belongs to G be a binary operation. അപ്പോൾ G into G, ഇപ്പോൾ ഈ സ്റ്റാർ എന്നുള്ള ഇൻറ്റു ആണ്. അപ്പോൾ G into G നമുക്ക് കിട്ടുന്നത് ജിയിലൊരു മെമ്പറായിരിക്കും. ആൻഡ് ബി എ ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി കിട്ടുന്ന സംഖ്യ ആ ഗ്രൂപ്പിൽ തന്നെ മറ്റൊരു എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. G is a group if, അതുപോലെ G is a group each there is a closure property. For all A, B belongs to G, the result of the operation A star B is also in G. അപ്പോൾ എയും ബിയും ആ ഗ്രൂപ്പ് ജിയിലെ എലമെൻറ്റുകളാണെങ്കിൽ എ സ്റ്റാർ ബി, ഇപ്പോൾ എ പ്ലസ് ബി അതും ആ ഗ്രൂപ്പിലെ എലമെൻ്റ് ആയിരിക്കണം. ആൻഡ് ഓൾസോ that is
A star B belongs to G. Next property is associativity. Associativity എന്ന് പറയാം. The meaning is for all ABC belonging to G. For all ABC belonging to G, the operation is associative. That is A star B into star C is equal to A star into B star C. ആ സ്റ്റാറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇൻറ്റു വിചാരിക്കുക അല്ലെങ്കിൽ പ്ലസ് വിചാരിക്കുക. ബൈനറി ഓപ്പറേഷനാണ്. തേർഡ് പ്രോപ്പർട്ടി ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടായിരിക്കുക. There exists an element small a belongs to capital G. Small a is an element of capital G. Small a belongs to G, called the identity element, such that for every element A belongs to G. For every element A belongs to G. That is star A. Star A that. That is A star E ആണ്. ഈയുടെ വാല്യൂ 1 ആയിട്ട് വരും. ദാറ്റ് ഈസ് എ. ആ കണ്ടീഷനും ഇവിടെ ഒബേ ചെയ്യേണ്ടി വരും. നാലാമത്തെ ഇൻവേഴ്സ് എലമെൻറ്റ്. എപ്പോഴും ഗ്രൂപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിലെ എലമെൻറ്റുകൾക്ക് ഇൻവേഴ്സ് എലമെൻറ്റും ഉണ്ട്. ഇൻവേഴ്സ് എലമെൻറ്റ് ഫോർ എവരി A belongs to G, there exists an element A raised to -1 belongs to G, called the inverse of A, such that A star A inverse is equal to A inverse star A is equal to E. അപ്പോൾ ഇൻവേഴ്സ് എലമെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ A ഇൻറ്റു A raised to -1 is A raised to 0 which is 1 ആണ്. അതുപോലെ E എന്നുള്ള 1 ആണ് ഇവിടെ. A star A raised to -1 is A equal to A raised to -1 star A, which is actually A raised to 0 in the manner we can write it, and which is equal to E. The magnitude is 1. That condition should also be satisfied. Important notes. ചില പ്രധാന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്. ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ക്യാൻ ബി അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓർ എനി അതർ ഓപ്പറേഷൻ ദാറ്റ് സാറ്റിസ്ഫൈസ് ദ ഗ്രൂപ്പ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ സ്റ്റാറെന്ന് നമ്മൾ എല്ലായിടത്തും കാണിച്ചിരിക്കുന്ന ആ ഓപ്പറേഷൻ അതൊരു ബൈനറി ഓപ്പറേഷൻ ആകാം, അഡീഷൻ ആകാം, മൾട്ടിപ്ലിക്കേഷൻ ആകാം, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആകാം. ആ ഗ്രൂപ്പിന് പ്രോപ്പർട്ടിക്ക് യോജിച്ച ഒരു ഓപ്പറേഷൻ ആയിരിക്കണം. ദ ഗ്രൂപ്പ് ക്യാൻ ബി ഫൈനൈറ്റ് ഓർ ഇൻഫിനിറ്റ്. ഗ്രൂപ്പ് ഇൻഫിനിറ്റും ആകാം. ഇപ്പോൾ നമ്പർ സിസ്റ്റത്തിലാണെങ്കിൽ ഗ്രൂപ്പ് ഇൻഫിനിറ്റിയാണ്. പിന്നെ അടുത്തത് ഈ ഓപ്പറേഷൻ ഡസ് നോട്ട് നീഡ് ടു ബി കമ്മ്യൂട്ടേറ്റീവ് ആകണമെന്നില്ല. അൺലെസ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദി എക്സ്ട്രാ കണ്ടീഷൻ വേർ A star B equal to B star A. അപ്പോൾ ഈ ഓപ്പറേഷൻ ഡസ് നോട്ട് നീഡ് ടു ബി കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകണമെന്നില്ല. എന്നാൽ ഒരു സ്പെഷ്യൽ കേസുണ്ട്. അൺലെസ് ആ സ്പെഷ്യൽ കേസ് സാറ്റിസ്ഫൈ ചെയ്താൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആകും. അൺലെസ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദി extra condition where A star B is B star A for all AB belong to G. If it does so, it is called abelian group. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ചാൽ ഒരു ഗ്രൂപ്പ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ചാൽ A star B B star A ആണെങ്കിൽ ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് അബേലിയൻ ഗ്രൂപ്പ്. So you have to understand what is abelian group. Abelian group is coming in this property. The operation does not need to be commutative. Group operation commutative ആകണമെന്നില്ല. ഇനി കമ്മ്യൂട്ടേറ്റീവ് ആകാൻ A star B B star A ആയാൽ മതി. അങ്ങനെ സംഭവിച്ചാൽ ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് അബേലിയൻ ഗ്രൂപ്പ്. എക്സാമ്പിൾ ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഇനി കാണാം.
Example of a group. Z plus operator plus Z and plus Z and addition operator. Z is the set of integers under addition form a group. Because there is closure property. Sum of the two integers is an integer. അതായത് ഇപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു നമ്പർ സ്പേസാണ്, നമ്പർ സ്പേസ്. ആ നമ്പർ സ്പേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി അനുസരിക്കണം ഗ്രൂപ്പാകാൻ. സം ഓഫ് ടു ഇൻറ്റിജേഴ്സ് ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ ഈ നമുക്കറിയാമല്ലോ, ഈ നമ്പർ സിസ്റ്റത്തിൽ രണ്ട് നമ്പർ കൂട്ടിയാൽ അതേ സിസ്റ്റത്തിലെ നമ്പർ കിട്ടും. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് ഒരു നമ്പർ സ്പേസ് ആണെങ്കിൽ അവിടെ പ്ലസ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഇസഡ് പ്ലസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ്. ഇനി അടുത്തത് അസോസിയേറ്റിവിറ്റി ഹോൾസ് ഫോർ അഡീഷൻ. അഡീഷൻ ആണെങ്കിൽ അവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഐഡൻറ്റിഫൈയിങ് സീറോ സിൻസ് എ പ്ലസ് സീറോ ഈസ് ഇക്വൽ സീറോ. എവരി ഇൻറ്റിജർ എ ഹാസ് ആൻ ഇൻവേഴ്സ് മൈനസ് ഐ ഉണ്ടായിരിക്കും. ഓരോ ഇൻറ്റിജറിന് ഒരു മൈനസ് ഇൻറ്റിജർ ഉണ്ടായിരിക്കും. അടുത്ത ഗ്രൂപ്പ് ആർ ഇൻറ്റു മറ്റൊരു ഗ്രൂപ്പാണ്. ദ സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ആറെന്നുള്ളത് ഇവിടെ റിയൽ നമ്പർ ഗ്രൂപ്പാണ്, എല്ലാ നമ്പറും ഇല്ല, റിയൽ നമ്പർ ഗ്രൂപ്പാണ്. ദ സെറ്റ് ഓഫ് ആൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ബിക്കംസ് എ ഗ്രൂപ്പ്. അപ്പോൾ റിയൽ നമ്പർ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയൽ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ ഈ 6 റിയൽ നമ്പർ സ്പേസ് ആണെങ്കിൽ, നിയർ നമ്പർ ഗ്രൂപ്പാണെങ്കിൽ, എക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ആണെങ്കിൽ ഇത് മറ്റൊരു ഗ്രൂപ്പാണ്. കാരണം രണ്ട് നമ്പർ ഇൻറ്റു വെച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്താൽ ഈ നമ്പർ സിസ്റ്റത്തിലെ വേറെ നമ്പർ കിട്ടും. അപ്പോൾ 6 എന്ന് പറഞ്ഞ റിയൽ നമ്പറിൻ്റെ ഗ്രൂപ്പും ആ റിയൽ നമ്പറിൻ്റെ ആ സെറ്റും ഈ മൾട്ടിപ്ലിക്കേഷൻ സൈനും കൂടി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ സമ്മറി എന്താണ്? വാട്ട് ഈസ് സമ്മറി? എ ഗ്രൂപ്പ് ഈസ് എ സെറ്റ് വിത്ത് എ ബൈനറി ഓപ്പറേഷൻ. നേരത്തെ പറഞ്ഞ കാര്യമാണ്, രണ്ട് സംഖ്യകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയാണ്. അതിനിടയ്ക്ക് ബൈനറി ഓപ്പറേഷൻ വരണം, മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ വരണം. ബൈനറി ഓപ്പറേഷൻ ദാറ്റ് ഈസ് ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്, അസോസിയേറ്റീവ്, but an identity element, and where every element has an inverse. ഒരു ഇൻവേഴ്സും കാണാം. ഗ്രൂപ്പ്സ് ആർ എസെൻഷ്യൽ ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ഫോർ സ്റ്റഡിയിങ് സിമെട്രി, സ്ട്രക്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. സിമെട്രി, സ്ട്രക്ചർ, ട്രാൻസ്ഫോർമേഷനൊക്കെ പഠിക്കാൻ ഗ്രൂപ്പ് ആ തിയറി അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, 2 ക്വസ്റ്റ്യനുണ്ട്. ഡിഫൈൻ എ ഗ്രൂപ്പ് ആൻഡ് ഗിവ്സ് പ്രോപ്പർട്ടീസ്. നമ്മൾ കുറേ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്, പഠിക്കണം. ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് ഗ്രൂപ്പ്സ്, ഗിവ് എക്സാമ്പിൾസ് ഓഫ് ഗ്രൂപ്പ്സ്. പിന്നെ വാട്ട് ഈസ് അബേലിയൻ ഗ്രൂപ്പ്, അത് ചോദിക്കാം. അബേലിയൻ ഗ്രൂപ്പ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ ആകുകയാണെങ്കിൽ ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പോലെ അബേലിയൻ ഗ്രൂപ്പ്, അതൊക്കെ ചോദിക്കാവുന്നതാണ്. That is all with the class number MM48. We continue. Thank you.